വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. അവരുടെ ഇടയിലുള്ള രോഗികളെ കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞ് അവരെ സൗഖ്യമാക്കി. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. നാം ആരും പൂർണ്ണരല്ല. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ പൂർണ്ണതയല്ല, നമ്മുടെ ജീവിതത്തിലെ അപൂർണതകളെയാണ്. ഇന്ന് ദൈവ സാന്നിധ്യം എനിക്ക് ആവശ്യമുണ്ട്, ഇന്ന് ഞാൻ കർത്താവിനെ ആഗ്രഹിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ തെറ്റുകളെ, ജീവിതത്തിൽ സംഭവിച്ച കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മോട് മനസ്സലിഞ്ഞ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ തൊട്ട് സുഖപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇനി സാധ്യതയില്ല, പരാജയപ്പെട്ടു എന്ന് ഈ ലോകം പറയുന്ന സാഹചര്യത്തിൽ മരണത്തെ ജയിച്ച ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആകയാൽ ഈ വൈകിയ വേളയിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്താം. നമ്മുടെ വാക്കിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ കഴിഞ്ഞ പകലിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തുമ്പോൾ അവൻ നമ്മോട് അടുത്തു വരുന്ന ദൈവമാണ്. നമ്മിലുള്ള ദീനക്കാരെ അവൻ സൗഖ്യമാക്കുവാനായിട്ടിടയായിത്തീരും. ഇന്ന് ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ കർത്താവ് നമ്മോട് മനസ്സിലെയുകയും കരുണ കാണിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.